നമുക്ക് ഇന്ത്യക്ക് യുദ്ധം അപ്രതീക്ഷിതമായിരുന്നെങ്കിൽ പാകിസ്ഥാന് ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. നമ്മൾ കൂട്ടുകൂടും തോറും അവർ നമ്മളെ ആക്രമിക്കാനാണ് നോക്കിയത്. ഇന്ത്യയുടെ വിശ്വാസം തകർത്ത പാകിസ്ഥാനോട് ഇനി ക്ഷമിക്കേണ്ട കാര്യമില്ല എന്ന് ഇന്ത്യ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇന്നലെ പാകിസ്ഥാന്റെ മാളത്തിൽ കയറിയടിച്ച ഇന്ത്യ പൂർണ്ണമായും ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു. അതിന്റെ പ്രധാന സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. രാജ്യത്തെ 27 വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. 430 വിമാന സർവീസുകൾ റദ്ദാക്കുക കൂടി ചെയ്തു. ശ്രീനഗർ, ജമ്മു, ലേ, ചണ്ഡീഗഡ്, അമൃതസർ, ലുധിയാന, പട്യാല, ബന്ദിദ, ഹൽവാര, പത്താൻകോട്ട്, ഭൂതന്ദർ, ഷിംല, ഗംഗൽ, ധർമ്മശാല, കിഷൻഗഡ്, ജയ്സാൽമീർ, ജോധ്പൂർ, ബിക്കാനീർ, മുദ്ര, ജാംനഗർ, രാജ്കോട്ട്, പോർബന്ദർ, കൊട്ല, കേഷോദ്, പൂഞ്ച്, ഗോളിയോർ, ഹിൻഡൻ തുടങ്ങിയ വിമാനത്താവളങ്ങളായിരുന്നു അടച്ചിട്ടത്. വടക്കേ ഇന്ത്യയിലെയും മധ്യ പടിഞ്ഞാറൻ ഇന്ത്യയിലെയും വിമാനത്താവളങ്ങളാണ് താൽക്കാലികമായി അടച്ചിട്ടിരിക്കുന്നത്. വിമാനങ്ങൾ റദ്ദാക്കുമ്പോൾ യാത്രക്കാർ മുഴുവൻ തുകയും റീഫണ്ട് ചെയ്യുമെന്നും വിമാന കമ്പനികൾ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ അതിർത്തി മേഖലയിലെ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മറ്റ് സ്ഥാപനങ്ങൾക്കും പൂർണ്ണമായിട്ടും അവധിയും നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം 11ഓടെ നടന്നു. ഈ യോഗത്തിൽ ആഭ്യന്തര പ്രതിരോധ മന്ത്രിമാർ പങ്കെടുത്തു. പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിൽ ഇന്ത്യൻ സൈന്യം മറുപടി നൽകിയതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചത്. നിലവിലെ രാജ്യത്തിന്റെ സുരക്ഷ, നയതന്ത്ര നീക്കങ്ങൾ സംബന്ധിച്ച യോഗത്തിൽ വിലയിരുത്തി. ജമ്മു കാശ്മീരിൽ തുടരുന്ന പാകിസ്ഥാൻ പ്രകോപനത്തിലെ തുടർ നീക്കങ്ങൾ ഉൾപ്പെടെ ചർച്ചാ വിഷയമായിരുന്നു. അതേസമയം പാകിസ്ഥാനിലെ ലാഹോറിൽ രാവിലെ 3 സ്ഫോടനങ്ങൾ നടന്നെന്ന റിപ്പോർട്ടും പുറത്തുവരികയാണ്. വിമാനത്താവളത്തിന് സമീപമുള്ള വാൾട്ടൺ എയർഫീൽഡിലായിരുന്നു സ്ഫോടനം. നാവികസേന കോളേജിൽ നിന്നും പുക ഉയർന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഡ്രോൺ ആക്രമണമാണെന്നും ഡ്രോൺ വെടിവെച്ചിട്ടു എന്നും പാക് പോലീസ് വൃത്തങ്ങൾ പറയുന്നു. ആളുകളെ ഒഴിപ്പിക്കാൻ സൈറണുകൾ മുഴങ്ങി. പാക് മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ലാഹോറിൽ പാകിസ്ഥാൻ പടയൊരുക്കം നടത്തുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയുടെ മാറിയ യുദ്ധതന്ത്രമാണ് സിന്ദൂറിൽ കണ്ടത്. ബുധനാഴ്ച പുലർച്ചെ 1 മണിക്ക് ശേഷം സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ഔദ്യോഗിക വസതിയിൽ ഇരുന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീക്ഷിച്ചത്. പാകിസ്ഥാനുള്ള തിരിച്ചടിയെക്കുറിച്ച് US-ഉം റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യ വിവരം കൈമാറിയിരുന്നു. ലോകശക്തികളുടെ പിന്തുണ ഉറപ്പിക്കാനായതും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ അനുകൂല പിന്തുണ നേടിയെടുക്കാനായതും മോദിയുടെ വിജയമാണെന്നും കുറിപ്പുകൾ വരുന്നുണ്ട്. ഭീകരതാവളങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണമാണ് ഇതെന്നും പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിനെതിരെയോ അവരുടെ ജനങ്ങൾക്കെതിരെയോ അല്ല എന്നും തെളിവുകൾ നിരത്തി സ്ഥാപിച്ചെടുക്കാനും കേന്ദ്ര സർക്കാരിനെ കൊണ്ടായി. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും ബഹിരാകാശത്തെ ഇന്ത്യൻ നേട്ടങ്ങളെക്കുറിച്ച് മാത്രമാണ് മോദി സംസാരിച്ചത് എന്നതും ശ്രദ്ധേയമാണ്.